എല്ലാവർക്കും ഡ്രാഗൺ ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളുള്ളത് ഇപ്പോൾ അഗ്നിയുഗ സെർവറിലാണ്. അഗ്നിയുഗ സെർവർ സീസൺ 1 എപ്പിസോഡ് നമ്പർ 1 ഗൈസ്. ഒരുപാട് നാളായി വീഡിയോ ഇട്ടിട്ടെന്നറിയാം. ഐ എം റിയലി സോറി. ഒന്നും എന്താ പറയുക, ഒന്നും വിചാരിച്ചിട്ടായിരുന്നില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ പോട്ടെ. നമ്മളിപ്പോൾ ഉള്ളത് അഗ്നിയുഗ സെർവറിലാണ്. ഒരുപാട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഞാൻ ഒരാഴ്ച ആയിട്ടുള്ള സെർവറിലേക്ക് കയറിയിട്ട്. അല്ലാതെ വീഡിയോ ഇടാത്ത പ്രശ്നമൊന്നും ആയിരുന്നില്ല. എനിക്ക് ഇവിടെ കയറാനുള്ളൊരു ചെറിയ പ്രശ്നമായിരുന്നു. ഫോണിന് ഗെയിമിൽ കയറാൻ പറ്റാത്ത ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടായിരുന്നത്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് അഗ്നിയുഗ സെർവറിലാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഡയമണ്ട് ആർമറൊക്കെ ആയല്ലോ എന്ന്. അതിന് വേണ്ടിയിട്ടായിരുന്നു ഗൈസ് ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇട്ടായിരുന്നത്. എന്തായാലും സെർവർ തുടങ്ങിയിട്ട് ഒരു മാസത്തിനടുത്തായി. അപ്പം നമ്മളിപ്പോൾ സെർവറിൽ കയറുമ്പോൾ ഇനി എന്താ പറയുക, ഒരു ഇൻട്രോയിന് മറ്റേ ഇൻട്രോയുടെ ആവശ്യം ഇനി ഇല്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഒന്നാമത് ഒരു മാസമായി സെർവർ തുടങ്ങിയിട്ട്. അപ്പം ഇനിയിപ്പം ഗൈസ് നമ്മളിപ്പോൾ തുടങ്ങി. നമ്മളിപ്പോൾ ഉള്ളത് അഗ്നിയുഗ സെർവറിലാണ്. നമ്മളിവിടെ കയറിയിട്ടുണ്ട്. നമുക്ക് ബേസ് സെറ്റ് ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട്. ഒരു ആവശ്യവും നമുക്കില്ല. കാരണം ആ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തതാണ്. പക്ഷെ അത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഗ്നിയുഗ സെർവർ അത് നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ടില്ലേ, അത് അടിച്ചു പോയി ഗൈസ്. സംഭവം അത് അടിച്ചു പോയതല്ല, അടിച്ച് കളഞ്ഞു ഗൈസ്. അതിൽ ചിലവന്മാർ കയറിയിട്ട് ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ചിലവരുടെ ബേസിലൊക്കെ കയറി, പിന്നെ ചിലർക്ക് തെറി വിളിച്ചു. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ആൾക്കാർ കയറി ഭയങ്കര പ്രശ്നമൊക്കെ ആയി. അതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് അറിയത്തില്ല. സോ എൻ്റെ വീഡിയോ കാണുന്നവർ അറിയാത്തവരുണ്ടെങ്കിൽ അറിയുക. സോ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ രണ്ടാമത്തെ എപ്പിസോഡ് റെക്കോർഡ് ചെയ്തതായിരുന്നു. അപ്പം അതിന് ശേഷം പിന്നെ ആ വീഡിയോയിൽ പറയുന്ന പോലെ അല്ല ഇനിയിപ്പം അങ്ങോട്ട് പോകുന്നത് കാര്യങ്ങളൊക്കെ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫുള്ളി ചേഞ്ച് ചെയ്തു. ഇതൊരു പബ്ലിക് സെർവർ എന്നുള്ളത് മാറ്റിയിട്ട് ഒരു പ്രൈവറ്റ് സെർവറാക്കി. അഗ്നിയുഗ എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് പ്രൈവറ്റ് സെർവർ ആയിരിക്കും. ഇതിലേക്ക് ആളെ എടുക്കുമെന്ന് വെച്ചാൽ ഇനി നമ്മൾ യൂട്യൂബേഴ്സിന് മാത്രമാണ് ഇനി ഫോക്കസ് ചെയ്യുന്നത്. കാരണം മറ്റവർ കയറുമ്പോൾ എല്ലാവരും ഇല്ല, പക്ഷേ ചിലവർ കയറി അലമ്പാക്കുന്നുണ്ട് ഗൈസ്. അതാണ് നമ്മൾ മെയിനായിട്ട് അതിങ്ങനെ റിമൂവ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഒന്നുമില്ല, നമുക്ക് നമ്മുടെ ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണിച്ചു തരണം. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ടാസ്കും കാര്യങ്ങളും പറഞ്ഞിട്ട് തുടങ്ങാം. എൻ്റെ ടാസ്കും കാര്യങ്ങളും കംപ്ലീറ്റ് ആയി. നമ്മുടെ ടാസ്കും കാര്യങ്ങളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള ടാസ്ക് നമുക്ക് 3 ടാസ്ക്കാണ് വരുന്നത്. ഈ 3 ടാസ്കുകളിൽ ഒന്ന് നമുക്കൊരു ബേസിക് ഹൗസ് എന്നുള്ളതാണ്. പിന്നെ 2 ഫാംസ്, അതുപോലെ 2 ഫാമുകൾ, അതുപോലെ തന്നെ നെതർ പോർട്ടൽ ബിൽഡും കാര്യങ്ങളുമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. സോ അതിന് 3 ടാസ്ക് നമ്മൾ ഇന്നലെ ഒരാഴ്ച കൊണ്ട് സെറ്റ് ചെയ്തെടുത്തു. സോ ഒരാഴ്ച വേണ്ടി വന്നു എനിക്ക്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് ആയിട്ടുള്ള നെതർ പോർട്ടൽ ബിൽഡ് ഗൈസ്. ഒരു മിനിറ്റ് ഇനി ഗെയിമിൻ്റെ സൗണ്ട് ഒന്ന് കുറച്ചിട്ടെ. ഗെയിമിൻ്റെ സൗണ്ട് തീരെ ആവശ്യമില്ല. കാരണം അതിൽ നിന്നാണോ ഒരു പരപര ശബ്ദം ഉണ്ടാകുന്നതെന്നൊരു ഡൗട്ട്. സോ ഇതാണ് നമ്മുടെ നെതർ പോർട്ടൽ ബിൽഡ് ഗൈസ്. ഈ നെതർ പോർട്ടൽ ബിൽഡിങ്ങിനെ ഇത് ഞാൻ സെറ്റ് ചെയ്തതാണ്. വൈറ്റ് വുഡൊക്കെ അവിടെ നിന്ന് ട്രേഡ് ചെയ്ത് മേടിച്ചു ഗൈസ്. പിന്നെ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡ്രാഗോസ് ഗൈസ്, ആ സ്റ്റീവിൻ്റെ പണിയാണ് ഗൈസ്. അവൻ ബേസിൽ വന്നിരുന്ന് അവൻ്റെ പണിയാണ് ഗൈസ്. പിന്നെ ഗൈസ് അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബേസ് കാണാൻ പറ്റും ഗൈസ്. ഇതാണ് നമ്മുടെ വീട്. ഇസ് ബിഗ് ഹൗസ് അല്ലേ, ചെറുത് ഗൈസ്, ചെറിയൊരു ഹൗസ്. ഞാൻ വലുതായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷേ ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ ചെറുതാക്കി ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ വീട്, ഒരു ചെറിയ വീട്. എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ളൊരു ചെറിയ ബേസിക് ഹൗസ് ഗൈസ്. സോ ബേസിക് ഹൗസ് നമ്മളിങ്ങനെ ഇങ്ങനെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ വന്ന് ഡോറൊക്കെ തുറന്ന് ഇതിനകത്തേക്ക് കയറുമ്പോൾ നമുക്കിവിടെ ഒരു ചെറിയൊരു എന്താ പറയുക, നമുക്ക് വർക്കിംഗ് ഏരിയ സെറ്റപ്പ് ഇവിടെ ഉണ്ട്. നമുക്കിവിടെ ഒരു സാധനം ഹാൻഡ് വീൽ വെക്കാനുണ്ട്. ഓക്കെ, ഒരു വർക്ക് ഏരിയ സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നായക്കുട്ടി നമ്മുടെ ഫോക്സ്, ഇതിനെന്തോ മൈൻക്രാഫ്റ്റിൽ ഇതിന് വേറെ എന്തോ ഒരു പേരാണ്, ഫോക്സ് എന്നോ അങ്ങനെ എന്തോ ഒന്നാണ്. എന്തായാലും നമ്മുടെ ഡോഗ് ഇവിടെ ഉണ്ട് ഗൈസ്. ഇവനെന്ത് പേരിടണം എന്നുള്ളത് താഴത്ത് കമൻറ്റ് ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ അയൺ ആർമറാണ്. ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നതാണ്. ഞാൻ ഡയമണ്ട് ആർമർ ആയത് പറഞ്ഞല്ലേ ഗൈസ്. ഈ ഡയമണ്ട് ആർമർ നമ്മളിവിടെ ഞാനും അതുപോലെ തന്നെ വില്ലയും പാടെ ഇവിടെ ട്രേഡിങ് ഹാൾ തുടങ്ങിയിരുന്നു ഗൈസ്.
മീൻസ് ട്രേഡിങ് ഹാൾ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ രണ്ടാളും പാടെ ഈ ഒരു ആഴ്ച കൊണ്ട് സെറ്റപ്പ് ചെയ്തെടുത്തു. സോ അവിടെ നിന്നുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെയാണ് ഞാൻ ഡയമണ്ട് ആർമറും ടൂൾസൊക്കെ ആയത്. ഇനി ശവലും സോഡും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട് ഗൈസ്. മീൻസ് ഇവിടുന്ന് ഇങ്ങനെ മേലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ബെഡ്റൂം സെറ്റപ്പ് ചെറുതായിട്ടുള്ളൂ, വലുത് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബാൽക്കണി എങ്ങനെ എടുക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഇവിടെ നമ്മളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഒരു സിറ്റിംഗ് ഏരിയയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്, വീട്ടിലേക്ക് വരുന്നവർക്ക് ഇരിക്കാനൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യണം. ഇവിടെ കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. കാരണം ഞാനിത് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം, അതായത് നൈറ്റ് ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു. പക്ഷേ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. ബട്ട് വീഡിയോയിൽ എന്തോ ഒരു ശബ്ദം മീൻസ് ഫോണിൻ്റെ ഇഷ്യൂ കാരണം ഒരു ചെറിയ ശബ്ദം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ആ വീഡിയോ ഡിലീറ്റാക്കി ഞാൻ. അതിൽ നമ്മുടെ സ്റ്റീവും പിന്നെ നമ്മുടെ ആരായിരുന്നു, ഓ മൈ ഗാഡ്, ലാഗ് ഉണ്ടല്ലേ, ഫാമിലേക്ക് വരുമ്പോൾ ലാഗ് ഉണ്ട്. നമ്മുടെ ടെസ്ട്രോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെസ്ട്രോ ബ്രോ വന്നിരുന്നു. അവന് സെർവറിൽ ടെസ്ട്രോ എന്ന് പറയുമ്പോൾ നമ്മുടെ അഗ്നുക സെർവറിലെ ടെസ്ട്രോ കേട്ടാ. അവനിപ്പോൾ സെർവറിലുണ്ടെന്ന് തോന്നുന്നു. ആ കേസ് അവനുണ്ട്. അപ്പം അവൻ ഇന്നലെ എൻ്റെ ബേസിൽ വന്നിരുന്നു. അതും കാര്യങ്ങളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു. പറ്റുവാണെങ്കിൽ ഞാൻ ആ ഒരു ക്ലിപ്പ് കൊടുക്കാൻ പറ്റുമോ നോക്കാം. അപ്പം പിന്നെ ഇത്രേ ഉള്ളൂ. നമ്മുടെ ടാസ്ക് കാര്യങ്ങളും ഇവിടെ കംപ്ലീറ്റ് ആണ്. ഇനിയിപ്പം നമുക്കെന്ന് വെച്ചാൽ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇടണം. ഇപ്പോൾ ഒരു ചെറിയ ഇൻട്രോ വീഡിയോ പോലെ ഞാൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇൻട്രോ പോലെ സെറ്റ് ചെയ്യാൻ, സെർവറിൻ്റെ ഇൻട്രോ പോലെ സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. അത് നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ അതുകൊണ്ടാണ്. അപ്പം വേറെ സ്റ്റീവും കാര്യങ്ങളും അവൻ ബേസി വന്നിരുന്നു. അവൻ എഴുതി വെച്ചതാണത്. ഉമ്മാർ അവൻ ഇന്ന് രാവിലെ മോർണിംഗിൽ സാധനങ്ങൾ എടുക്കാൻ വന്നിരുന്നു. അപ്പം പിന്നെ എൻട്രി ജസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. എൻട്രി ജസ്റ്റ് നമ്മൾ ഇന്നലെ ബില്ലയുടെ ലൈവ് സ്ട്രീമിൽ കാണിച്ചിരുന്നു. ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ, സ്റ്റീവിൻ്റെ അവിടെയുള്ള ഫോട്ടോസും കാര്യങ്ങളും റെഡി ചെയ്യാൻ പോയിരുന്നു. ഞാനും സ്ട്രീമറും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗെയിം വിത്ത് തായർ ബ്രോ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബില്ല ഉണ്ടായിരുന്നു ഗൈസ്. ഞങ്ങൾ നാലാളും പാടെ പോയി റൈഡ് ചെയ്തെടുത്തു. അവിടെ പോയി എടുത്തതാണ് ഗൈസ് ഇത്. പിന്നെ ഗൈസ് എങ്ങനെയുണ്ട് വീട് കാര്യങ്ങൾ എങ്ങനെയുണ്ട് എന്നൊന്നും പറയുക. പിന്നെ ഇൻട്രോ എടുത്തെടുത്ത് മടുത്ത് ഞാൻ 2 ദിവസമായി ഗൈസ് റെക്കോർഡ് ചെയ്യണേ. പക്ഷേ ഒരു എന്താ പറയുക, വീഡിയോ ഇടാത്തതിൻ്റെ ആണോ എന്നറിയില്ല, ആ ഒരു ഒരു ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴൊക്കെ. ഭയങ്കര മടി ഗൈസ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ഷോപ്പും കാര്യങ്ങളും ഇടണം. നെതറിൻ്റെ എൻഡിൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാനുണ്ട്. അതൊക്കെ ഞാൻ വരും വഴിയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ ഗൈസ്. നമ്മളടുത്ത അപ്പോൾ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ഗൈസ്. എല്ലാവരും താഴത്തെ കമൻറ്റ് ചെയ്യാം. വീടിൻ്റെ അഭിപ്രായം, നായുടെ പേരൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ സെർവറിൽ കളിക്കുന്ന എല്ലാവരുടെയും ചാനലും കാര്യങ്ങളൊക്കെ ഞാൻ അടിയിൽ കൊടുക്കാം. എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്.